ഹലോ, വെൽക്കം ടു ഇറ്റ്സ് അവർ ഗുരുകുലം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ PGക്കാരുടെ ഡെസർട്ടേഷൻ ഗൈഡ് ലൈൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഡെസർട്ടേഷൻ ഫോർ MA ഹിസ്റ്ററി, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയായിരിക്കും, ഈ ഡെസർട്ടേഷൻ 4 ക്രെഡിറ്റ്സ് ഉള്ള ഒരു സെമസ്റ്ററാണ്. ഇതിൽ എക്സ്റ്റേണൽ എക്സാമിനർ ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്, കൂടാതെ വൈവ ഉണ്ടായിരിക്കും. 4th സെമസ്റ്ററിലാണ് ഇത് ഓഫർ ചെയ്യുന്നത്. ഇന്നത്തെ സെഷനിൽ നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. സ്ട്രക്ചർ, അതിൻ്റെ പർപ്പസ്, എങ്ങനെയാണ് ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ലിറ്ററേച്ചർ റിവ്യൂ നോക്കുക എന്നിവയെല്ലാം നമുക്കിതിൽ നോക്കാനുണ്ട്. അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി, ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്താണ്, കുറച്ച് സാമ്പിൾ ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഇവയൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കായിരിക്കും ഒരു പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഡെസർട്ടേഷനോ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഇതിൽ ഓരോ ഡെസർട്ടേഷനും വളരെ യുണീക്കായിട്ടുള്ള ഒന്നാണ്. ഇത് നമുക്ക് ഒരു MS വേർഡിലോ അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിങ്ങിലോ ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നെയിം, എൻറോൾമെൻറ്റ് നമ്പർ എന്നിവ വെച്ചിട്ടുള്ള മറ്റ് പേഴ്സണൽ ഇൻഫോർമേഷൻ ഒന്നും ഇതിൽ ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഈ ഒരു ഡെസർട്ടേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഗൈഡ് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. ഇതിൽ ആ ഗൈഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. നിങ്ങളുടെ LSC നോട്ടിഫൈ ചെയ്ത അതാത് ഡേറ്റിൽ നിങ്ങളുടെ LSCയിൽ ഈ ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് വൈവ പോലുള്ളൊരു എക്സാമിനേഷൻ ഡേറ്റ് തീരുമാനിക്കുകയും അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഡെസർട്ടേഷൻ്റെ ഒരു പർപ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് നിങ്ങളുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റിസർച്ചിനെ കുറിച്ചുള്ള ഒരു കേപ്പബിലിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രെയിനിങ് തരിക. ഇതിൽ നിങ്ങൾക്ക് പ്രൈമറി ആയിട്ടുള്ള സെക്കൻഡറി ആയിട്ടുള്ള സോഴ്സുകളൊക്കെ അനലൈസ് ചെയ്യാം. ഇതുവരെ നിങ്ങളുടെ MAയുടെ കരിക്കുലത്തിൽ തന്നെ നിങ്ങൾ ഇതുവരെ എങ്ങനെയാണ് ഒരു സോഴ്സുമായി ഇൻ്ററാക്ട് ചെയ്തത്, ഒരു സോഴ്സ് എങ്ങനെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ സെമസ്റ്ററിൽ തന്നെ 3 സെമസ്റ്റർ കഴിഞ്ഞാൽ അതിലുള്ള അസൈൻമെൻറ്റിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണ് അനലിറ്റിക്കലായിട്ടും ക്രിട്ടിക്കലായിട്ടൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്നിവയെല്ലാം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഡെസർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ അനലൈസ് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ സോഴ്സ് കൺസൾട്ട് ചെയ്തത്, ഇവയൊക്കെ തന്നെ നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഡെസർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ വർക്കാണ്. നിങ്ങൾക്കത് ടൈപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ആക്കുകയും ചെയ്യാം. ടൈപ്പ്ഡ് ഡെസർട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ 45 പേജസിൻ്റെ അപ്പുറത്തേക്ക് ആകാൻ പാടില്ല. ഹാൻഡ് റിട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 50 പേജസിൻ്റെ ഉള്ളിലായിരിക്കണം. എന്നാൽ ചിലർ കുറച്ചുകൂടി ആഡ് ചെയ്യുമ്പോൾ പേജസ് കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഡെസർട്ടേഷന് സബ്മിറ്റ് ചെയ്യാൻ നോക്കാം. എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഫോമാറ്റ് യൂസ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് 12 സൈസിലേക്ക് ലിമിറ്റ് ചെയ്യണം. ഹെഡിങ്ങിനൊരു 16 ഹെഡിങ് സ്പേസ് കൊണ്ടുവരാൻ നോക്കാം. 1.5 ലൈൻസ് കീപ്പ് ചെയ്യുക ലൈൻസിനിടയിൽ. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഫോമാറ്റാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതാണ് നിങ്ങൾ ഡെസർട്ടേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ കൺസിസ്റ്റൻസി കൊണ്ടുവരാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പേരും എൻറോൾമെൻറ്റ് നമ്പറും കവറിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുക. ബാക്കി എല്ലാ പേഴ്സണൽ ഇൻഫോർമേഷനും റിമൂവ് ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ അതാത് ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാൻ നോക്കണം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും. നിങ്ങളുടെ സെമസ്റ്ററിനെയും അതുപോലെ തന്നെ ഗ്രാജുവേഷനൊക്കെ അത് ബാധിക്കും. അപ്പോൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ് ടോപ്പിക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു നല്ലൊരു ടോപ്പിക്ക് നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് നോക്കുക. നിങ്ങളുടെ 3 സെമസ്റ്ററിലെ നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും, കേരള ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും, ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്, കൂടാതെ നമുക്ക് സോഴ്സസ് അവൈലബിൾ ആവുന്നത് കേരളത്തിലാണ്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ പ്രൈമറി സോഴ്സും ലഭിക്കുക കേരളത്തിൽ നിന്ന് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും എടുക്കാം, പക്ഷേ നമുക്കൊരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് സോഴ്സുകൾ ലഭിക്കുന്ന സ്ഥലത്ത് നിന്ന് ടോപ്പിക്കുകൾ എടുക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ഇതിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആണോ, ലോക്കൽ ഹിസ്റ്ററി ആണോ, സയൻറ്റിഫിക് ഹിസ്റ്ററി ആണോ, അതുപോലെ തന്നെ കൾച്ചറൽ ഹിസ്റ്ററി ആണോ, എൻവറോൺമെൻറ്റൽ ഹിസ്റ്ററി ആണോ എന്നീ പല ടൈപ്പ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഏത് തരം ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ടോപ്പിക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡിസർട്ടേഷൻ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു സ്പെസിഫിക് ഏരിയ എടുക്കുക. ഒരു സ്പെസിഫിക് പീരീഡ്, അതായത് പ്രത്യേക ഒരു കാലഘട്ടത്തെയും പ്രത്യേക സ്ഥലത്തെയും നമ്മൾ കണക്കാക്കാം. പണ്ടൊക്കെ നമുക്ക് ഹിസ്റ്ററിയിലൊക്കെ
റിസർച്ച് നടത്തുമ്പോൾ വളരെ വലിയ ഭാഗങ്ങളാണ് അവർ റിസർച്ച് ഫോക്കസ് ഏരിയ ആയിട്ട് എടുക്കാറ്. ഇപ്പോൾ വളരെ ചുരുക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈക്രോ ഹിസ്റ്ററി പോലെ വളരെ സൂക്ഷ്മമായുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പഠനം നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലൊക്കാലിറ്റി നിങ്ങൾ തീരുമാനിക്കുക, ഏത് പ്രദേശത്തു നിന്നാണ് നമ്മൾ റിസർച്ച് നടത്തേണ്ടതെന്നും അതൊരു ടൈം പീരീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡെസർട്ടേഷനിൽ ഏത് കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ റിസർച്ച് നടത്തുന്നതെന്നും തീരുമാനിക്കുക. കൂടാതെ നിങ്ങളൊരു ടോപ്പിക് എടുക്കുന്നു, ഒരു പ്രത്യേക സ്ഥലത്തെ കുറിച്ച് ഗവേഷണം നടത്താൻ തീരുമാനിക്കുന്നു, അതിനെക്കുറിച്ചുള്ള സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. അങ്ങനെ ഒരു ലൊക്കാലിറ്റി നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയുടെ ടൈം പീരീഡ് ഏതാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് കണക്കാക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും പഠിക്കാം. റിസർച്ച് എന്ന് പറഞ്ഞാൽ റീസേർച്ച് എന്നാണ്. അതായത് ഇതിന് മുന്നേ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്തു, അതുമായി ബന്ധപ്പെട്ട മുൻപുള്ള ഗവേഷണങ്ങളെക്കുറിച്ചും പഠനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഇതിൻ്റെ കൂടാതെ നമ്മുടേതായ ആർഗ്യുമെൻറ്റ്സ് നമ്മൾ അതിൽ കൊണ്ടുവരണം. അതിലാണ് ഡിഫറൻസ് വരുത്തേണ്ടത്. ഏതൊരു ലിറ്ററേച്ചർ നമ്മൾ എടുക്കുകയാണെങ്കിലും അതിനെ ഡിഫറെൻ്റ് ആക്കുന്നത് അതിൽ നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവരുമ്പോഴാണ്. ഈ ലിറ്ററേച്ചറിലുള്ള ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ട് അതിലുള്ള വിടവ് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു ഏരിയ ടോപ്പിക് കണ്ടെത്തുന്നു. അതിനുശേഷം ഒരു എക്സിസ്റ്റിംഗ് റിസർച്ചിന് നിങ്ങൾ പോകുന്നു. ഈ എക്സിസ്റ്റിംഗ് റിസർച്ച് എന്തൊക്കെയാണുള്ളത് നോക്കാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. ഏർലി ഡെസർട്ടേഷന് നിങ്ങൾക്ക് നോക്കാം, പിന്നെ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാവും, ഡെസർട്ടേഷൻ തരുന്ന വെബ്സൈറ്റുകളുണ്ടാവും. അതുപോലെ തന്നെ ലൈബ്രറികൾ, യൂണിവേഴ്സിറ്റി ലൈബ്രറികളിലൊക്കെ പോകാം. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി ലൈബ്രറികളിൽ നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റെഫറൻസ് നിങ്ങൾക്ക് നേരിട്ട് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കൊരു ഡെസർട്ടേഷൻ എങ്ങനെയാണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസർട്ടേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡെസർട്ടേഷനൊക്കെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം. ശേഷം നിങ്ങളുടെ ഏരിയയിലുള്ള ഡെസർട്ടേഷൻ കണ്ടുപിടിക്കുക. ആ ഒരു ഏരിയയിൽ ചെയ്തിട്ടുള്ള നോവൽസ്, ആർട്ടിക്കിൾസ്, ബുക്സ്, എന്തൊക്കെയാണ് വർക്കുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് നിങ്ങൾ ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ആദ്യമേ നമ്മുടെ മനസ്സിൽ ഒരു ടോപ്പിക് ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ടുപിടിക്കാതെ റിസർച്ച് ചെയ്യാനുള്ള ഒരു ടോപ്പിക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനകത്ത് ആദ്യം എന്താണോ വർക്ക് ചെയ്തതെന്ന് ചെക്ക് ചെയ്ത് ആദ്യം അത് ചെക്ക് ചെയ്യുക. അതിലുള്ള റെഫറൻസൊക്കെ നോക്കിയിട്ട് അതിലുള്ള ഗ്യാപ്പ് എന്താണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ഏരിയ ചിലപ്പോൾ ഫില്ലഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും വായിക്കുന്നു, നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും സോഴ്സുകൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് എഴുതി വെക്കപ്പെട്ട സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളല്ല. ഹിസ്റ്ററി എന്ന് പറയുന്നത് ദിവസം നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ അല്ലെങ്കിൽ ഓരോന്ന് മനസ്സിലാക്കി നമ്മൾ പുതിയതായി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് മാറുന്നുണ്ട്. പാസ്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഹരപ്പൻ കണ്ടുപിടിക്കുന്നത് വരെ അങ്ങനെ ഒരു പർട്ടിക്കുലർ കാലഘട്ടം ഇല്ല എന്നാണ് ഇതുവരെയുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത്. അതാണ് ചരിത്രം ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതിന് മുന്നിലുള്ള കാലത്ത് വെച്ച് നമുക്ക് അറിയില്ലായിരുന്നു. ഈ സോഴ്സുകളൊക്കെ നമ്മൾ പുതിയതായി കണ്ടുപിടിക്കുന്നതോടെ നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ മാറ്റി വരുന്നുണ്ട്. ഒരുപാട് സോഴ്സ് ഉണ്ട്, ആർക്കോളുകൾ സോഴ്സ്, ലിറ്റററി സോഴ്സ് എല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ എന്തെല്ലാം വർക്കുകളാണ് നടന്നിട്ടുള്ളത്, അതിന് മുന്നേ കണ്ടുപിടിക്കപ്പെടാത്ത ഏതെല്ലാം സോഴ്സുകളാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെല്ലാമാണ് അപ്പോൾ നിലനിൽക്കുന്നതിനുള്ള ഗ്യാപ്പ് എന്തൊക്കെയാണ്, അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ കൊണ്ടുവരാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു റിസർച്ചിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കൊരു റിസർച്ച് ഗൈഡ് ഉണ്ടാകണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ടോപ്പിക്ക് ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങളുടെ സൂപ്പർവൈസറിന് നിങ്ങളുടെ ഐഡിയാസുമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൊണ്ടുവരുന്നൊരു ടോപ്പിക്കിന് ലിമിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങളെ സൂപ്പർവൈസറിന് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഗൈഡിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള 2-3 ടോപ്പിക്സ് നിങ്ങളുടെ ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ ലൊക്കാലിറ്റിയും പീരിയഡും ഐഡൻറ്റിഫൈ ചെയ്യുക. അതിലുള്ള അതുമായി ബന്ധപ്പെട്ട റിസർച്ചൊക്കെ വായിച്ചു തുടങ്ങുക. ബുക്സ്, ജേർണൽസ്, ഡെസർട്ടേഷനൊക്കെ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് വായിച്ചു തുടങ്ങുക. അതിലുള്ള ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തെല്ലാം വിടവുകളാണ് ഈ വെക്കപ്പെട്ടിട്ടുള്ള ഇപ്പോൾ നിലനിൽക്കുന്ന റിസർച്ച് അല്ലെങ്കിൽ ഓരോ വർക്കിലുള്ളത് എന്ന് മനസ്സിലാക്കുക. ശേഷം നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് അതിൽ ആഡ് ചെയ്യുക. ഇതാണ് ബേസിക്കലി ഒരു ഡെസർട്ടേഷൻ്റെ ഓവറായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു, നിങ്ങളതിൽ വായിച്ചു തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്കത് ഇനി സോഴ്സ് കുറവാണെന്നുള്ളത്. അപ്പോൾ സോഴ്സ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡെസർട്ടേഷൻ പറയുന്നത് ഒരു MA ഡെസർട്ടേഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം.
അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് ലഭിക്കുന്ന ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സോഴ്സ് ലഭിക്കുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിക്ക് ഭയങ്കര വൈഡ് ആക്കാതെ ഒരു മാക്സിമം ഒരു ഇതിൽ പറഞ്ഞ രീതിയിലേക്ക് ചെയ്യാൻ നോക്കാം. പണ്ടൊക്കെ പ്രധാനമായും യുദ്ധങ്ങളെ കുറിച്ച്, രാജാക്കന്മാരെ കുറിച്ച്, അതുപോലെ തന്നെ യുദ്ധങ്ങൾ, രാജാക്കന്മാരും അവരുടെ വിജയങ്ങളെ കുറിച്ചൊക്കെയാണ് ചരിത്രം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. വ്യത്യസ്ത തരം ടോപ്പിക്സാണ് സെലക്ട് ചെയ്യുന്നത്. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിൻ്റെ ഒക്കെ ഹിസ്റ്ററി തന്നെ മറ്റ് സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ട് ആണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓറൽ ഹിസ്റ്ററിയുമായി ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ റിസർച്ചിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് എടുക്കാം. ഈ ഓറൽ ഹിസ്റ്ററി സോഴ്സ് നിങ്ങൾ എടുക്കുമ്പോൾ അത് പ്രൈമറി ആയിട്ട് സെക്കൻഡറി ആയിട്ട് രേഖപ്പെടുത്താൻ കഴിയണം. എങ്കിൽ മാത്രമേ ഓറൽ ഹിസ്റ്ററി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ഓറൽ ഹിസ്റ്ററി സോഴ്സസ് യൂസ് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് നോക്കാം. അതിൽ ബയാസസ് ഉണ്ടാകാം. നിങ്ങൾ എടുക്കുന്ന ഏത് ലിറ്റററി സോഴ്സ് ആണെങ്കിലും അതിൽ ബയാസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഹിസ്റ്ററി റൈറ്റിംഗ് ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ബയാസ്ഡ് ആയിട്ടുള്ള ആർഗ്യുമെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ഓറൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയാണ്, കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രൈമറി സോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓവറോൾ ഒരു ഡിസർട്ടേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മളിപ്പോൾ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ഗൈഡൻസ് ആണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഗൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലൊരു ഫാക്കൽറ്റി മെമ്പേഴ്സിനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലുള്ള ഫാക്കൽറ്റീനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റുള്ള അല്ല PhD ഉള്ള ഒരു മെമ്പറെ നിങ്ങൾക്ക് ഫാക്കൽറ്റീനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈഡൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി സോഴ്സ് അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു വർക്ക് റെഫർ ചെയ്യുമ്പോൾ അതിൽ അവർ ചൂസ് ചെയ്തിട്ടുള്ള സോഴ്സുകൾ ഏതൊക്കെയാണ് നോക്കണം. അതിൽ അവർ റെഫറൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ നോക്കണം. അവർ മറ്റുള്ള വർക്കുകൾ യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ടോ എന്നെല്ലാം നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളൊരു ബുക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസർട്ടേഷന് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രോപ്പറായിട്ട് അതിലുള്ള ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ബുക്കുകളുടെ ക്രെഡിറ്റ്സ് അവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുത്തിട്ടുള്ള ഇതിൻ്റെ ഒതൻറ്റിസിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഗൈഡിൻ്റെ സർട്ടിഫിക്കറ്റ്, ബയോഡാറ്റയും സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ഡിസർട്ടേഷനിൽ നിങ്ങൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ നിങ്ങളുടെ സൂപ്പർവൈസറുമായിട്ട് ഉണ്ടാകേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾ ചെയ്യുന്ന വർക്കുകളുടെ ഫീഡ്ബാക്ക് അതാത് സമയങ്ങളിൽ തന്നെ നിങ്ങൾ അതിന് റിസൈൻ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഇനി അടുത്ത സെഷൻ നോക്കാനുള്ളത് ലിറ്ററേച്ചർ റിവ്യൂ ആണ്. ഇനി അടുത്ത് നോക്കാനുള്ളത് ലിറ്ററേച്ചർ റിവ്യൂ ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് സെലക്ട് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചർ നമ്മൾ ചെക്ക് ചെയ്തു, നോട്ട് ഡൗൺ ചെയ്തു, റിസർച്ച് ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കി. ശേഷം നമ്മൾ ഗൈഡുമായിട്ട് ചർച്ച ചെയ്ത് ആ ഒരു രീതിക്ക് നമ്മളെത്തി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റിംഗ് പാർട്ടിലേക്ക് പോകുമ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ ആണ് ഫസ്റ്റ് വരുന്ന ഭാഗം. ഈ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ലിറ്ററേച്ചർ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ അവയെല്ലാം നിങ്ങളുടെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ള ലിറ്ററേച്ചർ റിവ്യൂവിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഓൾറെഡി ഹിസ്റ്റോറിയൻസ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയെ കുറിച്ച് എന്തെല്ലാം എഴുതിയിട്ടുണ്ട്, അതിലുള്ള റിസർച്ച് ഗ്യാപ്പ് മനസ്സിലാക്കാൻ അതൊക്കെ നമ്മുടെ അവിടെ നോട്ട് ഡൗൺ ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം സോഴ്സ് എടുക്കാം. പ്രൈമറി സോഴ്സ് എടുക്കാൻ ലൈബ്രറിയിൽ പോകാം, ആർക്കൈവിൽ പോകാം, അല്ലെങ്കിൽ GS സ്റ്റോർ, ഗൂഗിൾ സ്കോളേഴ്സ്, ഇതിൽ നിന്നൊക്കെല്ലാം തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് കളക്ട് ചെയ്യുന്നു. അതാണ് ഡാറ്റ കളക്ഷൻ പാർട്ട്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ സെക്കൻഡറി സോഴ്സും പ്രൈമറി സോഴ്സും എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ ക്രിട്ടിക്കലി റീഡ് ചെയ്യാണ് വേണ്ടത്. അതിൽ ഓതറിൻ്റെ ആർഗ്യുമെൻറ്റ്സ് നോക്കുന്നു, ഓതർ ചൂസ് ചെയ്തിട്ടുള്ള റെഫറൻസ് ചെക്ക് ചെയ്യുന്നു, ഓതറിൻ്റെ പെർസ്പെക്റ്റീവ്സ് നോക്കുന്നു, അതിനുശേഷം ഗ്യാപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇതിന് മുകളിലുള്ള വർക്കിൽ ആഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഉള്ള റിസർച്ച് ഗ്യാപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇതിന് വരെയുള്ള വർക്കുകളിൽ ആഡ് ചെയ്യാത്ത നിങ്ങളുടേതായിട്ടുള്ള ഒരു അതിൽ ആഡ് ചെയ്യുന്നതാണ്. ആ ഒരു ഗ്യാപ്പിൽ നിങ്ങളുടെ റിസർച്ച് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നോക്കുന്നു. അതാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അതായത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വർക്കിൽ ഒരു ഓതർ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ഐഡിയാസൊക്കെ നിങ്ങൾ അതിൽ ആഡ് ചെയ്യുന്നു, ഇതുവരെയുള്ളതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ആർട്ടിക്കൽ സോഴ്സോ ലിറ്റററി സോഴ്സോ ഗവൺമെൻറ് റെക്കോർഡുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതരം വെബ്സൈറ്റുകളിൽ നിന്ന് ലഭിക്കും.
അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ആർക്കൈവ്സ് ഉണ്ടാവും. ഓറൽ ഇൻ്റർവ്യൂസ് നിങ്ങൾ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്തത്. ഇതൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലിറ്ററേച്ചർ റിവ്യൂവിൽ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായി നമുക്കിതിൽ റൈറ്റിങ്ങും ഫോർമാറ്റിങ്ങും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വേണ്ടത് കവർ പേജാണ്. അതിൽ ടൈറ്റിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ നെയിം, എൻറോൾമെൻറ്റ് നമ്പർ, പ്രോഗ്രാം, യൂണിവേഴ്സിറ്റീൻ്റെ നെയിം, അതുപോലെ തന്നെ ഡേറ്റ്, നിങ്ങളുടെ LSC എല്ലാം തന്നെ ആഡ് ചെയ്യണം. ശേഷം നിങ്ങൾ സർട്ടിഫിക്കറ്റും ഡിക്ലറേഷനും ആഡ് ചെയ്യണം. ഇതിലൊന്ന് നിങ്ങളുടെ സൂപ്പർവൈസർ സൈൻ ചെയ്തിട്ടുള്ളതുണ്ടാവും, ഒന്ന് ലേണർ സൈൻ ചെയ്തതുണ്ടാവും. ഈ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യണം. ശേഷം അക്നോളജ്മെൻറ്റ് ആഡ് ചെയ്യണം. ഇതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ലൈബ്രറീസോ ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് അക്നോളജ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡിനെയോ അല്ലെങ്കിൽ നിങ്ങളതിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. അടുത്തത് ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് കൊണ്ടുവരിക. അതിൽ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ, പിന്നെ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ആഡ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് ഓവർ ആയിട്ടുള്ള റിസർച്ചിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഇനി അടുത്തത് എഴുതുമ്പോഴുള്ള സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ, റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, ക്വസ്റ്റ്യൻസ്. അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യേണ്ടത്. റിസർച്ച് പ്രോബ്ലം എന്താണുള്ളത് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്നും കൂടി പറയാം. കവർ പേജ്, സർട്ടിഫിക്കറ്റ്, സൂപ്പർവൈസർ എല്ലാം സൈൻ ചെയ്തിട്ടുള്ള ലേണറിൻ്റെയും ഡിക്ലറേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു. അക്നോളജ്മെൻറ്റ് ആഡ് ചെയ്യുന്നു. അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നു. ശേഷം ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് കൊടുക്കുന്നു. അതിനകത്ത് ഇൻട്രൊഡക്ഷന്, ലിറ്ററേച്ചർ റിവ്യൂ, മെത്തഡോളജി, അനാലിസിസ്, ഡിസ്കഷൻ പാർട്ട്, പിന്നെ ആ ഒരു ചാപ്റ്റേഴ്സ്. അതിനുശേഷം നിങ്ങൾ ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നു. ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് നിങ്ങൾ ഒരു ടോപ്പിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു മൊത്തത്തിലൊരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആയിട്ട് കൊടുക്കുക. അതായത് നിങ്ങളുടെ ടോപ്പിക്ക് എന്താണ്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് ചെറിയൊരു സൂചന അതിൽ ആഡ് ചെയ്യുക. നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് ചെറുതായിട്ടൊരു ഡിസ്കഷൻ കൊടുക്കുന്നു. ശേഷം റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലേക്ക് പോകുന്നു. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏതെല്ലാം വർക്ക്സ് ആണുള്ളത് അതിലുള്ള ഗ്യാപ്പ് മനസ്സിലാക്കുന്നു. അതിൽ നമ്മളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ പറയുന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു, അത് നോട്ട് ചെയ്യുന്നു. ശേഷം മെത്തഡോളജി, റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്തത്, എങ്ങനെയാണ് അതിനെ അനലൈസ് ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. ശേഷം നിങ്ങളെ ഡാറ്റ അനലൈസിസ് പാർട്ടാണ്. അത് നിങ്ങൾ ഓരോ ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം, ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു 4-5 ലിമിറ്റ് ചെയ്യാൻ നോക്കണം. ഈ ഒരു 4 ചാപ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അനാലിസിസ് എന്താണ്, നിങ്ങൾ എന്താണ് ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് നിങ്ങളവിടെ കൊടുക്കണം. ശേഷം കൺക്ലൂഷൻ പാർട്ട് വരുമ്പോൾ നിങ്ങൾ എന്താണ് കൺക്ലൂഷൻ ചെയ്തത് എന്നുള്ളത് അതിൽ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് എന്താണെന്നുള്ളതും കൺക്ലൂഷൻ പാർട്ടിൽ കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ റെഫറൻസ് ആഡ് ചെയ്യുന്നു. ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചിക്കാഗോ സ്റ്റൈലാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടൈംസ് ടു റോമൻ 12 and 1.5 സ്പേസിങ്. ശേഷം ഓരോ ചാപ്റ്ററും ഓരോ പുതിയൊരു പേജിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എല്ലാം കൂടി ഒന്നിൻ്റെതായിട്ട് എഴുതുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. ഡിസർട്ടേഷന് 40 പേജസ് പ്രിൻ്റഡ് ആയിരിക്കും. ഹാൻഡ് റിട്ടൺ ആണെന്നുണ്ടെങ്കിൽ 50 പേജസ് ആകാം. പിന്നെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഒരു ഡിസർട്ടേഷൻ എഴുതുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിലാണ്, അതിൽ കിട്ടിയ ചില സോഴ്സുകൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയാണ്. പ്ലാജറിസം അവോയ്ഡ് ചെയ്യുക. മറ്റുള്ള വർക്കുകളിൽ നിന്നും കോപ്പി അടിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ സോഴ്സുകളും നിങ്ങൾ സൈറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് ഈ റെഫറൻസ് നിങ്ങൾ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഫുഡ് നോട്ടിലോ അല്ലെങ്കിൽ എൻ്റെ നോട്ടിലോ പ്ലേസ് ചെയ്യുക. സെൽഫ് പ്ലാജറിസം നമ്മൾ ഒഴിവാക്കണം. അതായത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു വർക്ക് നമ്മളതിൽ നിന്ന് എടുക്കുകയാണെങ്കിലും അത് റെഫറൻസ് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ AI ബന്ധപ്പെട്ട സോഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈറ്റ് ആഡ് ചെയ്യുക. ഇനി സബ്മിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹാർഡ് കോപ്പി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഹാർഡ് കോപ്പി നിങ്ങൾ ലേണേഴ്സിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്ററിൽ LSCയിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുക. വൈവക്ക് വരുമ്പോൾ ആ കോപ്പി നിങ്ങൾ കയ്യിൽ കരുതണം. പിന്നെ പ്ലാസ്റ്റിക് കവേഴ്സിൽ ലാമിനേഷൻ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ വൈവക്ക് വരുമ്പോൾ നിങ്ങളെ ഡെസർട്ടേഷനിലെ മെത്തഡോളജി, ഫൈൻഡിങ്സ്, ഒബ്ജക്റ്റീവ്സൊക്കെ നിങ്ങൾ അതിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വരിക, പ്രിപ്പയർ ചെയ്ത് വരിക. ഇനി ഇവാലുവേഷൻ ക്രൈറ്റീരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ മാർക്ക് 100 മാർക്കാണ് വരുന്നത്.
അതിൽ 70 മാർക്ക് ഡിസർട്ടേഷനും 30 മാർക്ക് വൈവക്കാണ് ഉണ്ടാവുക. അതിൽ ഇൻട്രൊഡക്ഷന് 5 മാർക്സ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലംസിന് 5 മാർക്ക്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനും ഉണ്ട് 5 മാർക്ക്, റിസർച്ച് ഒബ്ജക്റ്റീവ്സിന് 5 മാർക്ക്, മെത്തഡോളജിക്ക് 10 മാർക്സ്, ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിന് 20 മാർക്സ്, ഫൈൻഡിങ് ആൻഡ് കൺക്ലൂഷനിൽ 50 മാർക്സ്, റെഫറൻസിന് 5 മാർക്സ്. ഇതാണ് നിങ്ങളുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്താൽ പറഞ്ഞിട്ടുള്ള ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഗൈഡുമായിട്ട് ഒരു കോൺടാക്റ്റ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളൊരു റിസർച്ച് ഡയറി, അതായത് നിങ്ങളുടെ പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു റിസർച്ച് ഡയറി കീപ്പ് ചെയ്യണം. സബ്മിഷന് മുന്നേ വർക്ക് റിവൈസ് ചെയ്യുക. വൈവക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ വർക്ക് എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറച്ച് സാമ്പിൾസ് ടോപ്പിക്സ് നോക്കാം. ഈ ടോപ്പിക്സ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിലാണ് നിങ്ങൾ ടോപ്പിക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടോപ്പിക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഹിസ്റ്ററിയിൽ നമ്മളിപ്പോൾ കേരളത്തിലത്തെ ഒരു ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് നിങ്ങളുടെ ഹിസ്റ്ററിയിൽ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള മൂവ്മെൻറ്റ്സ്, റിവോൾട്ട്സ്, അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള പലതരം മൂവ്മെൻറ്റ്സും യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഹോറൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹോറൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. സമരങ്ങൾ മാത്രമല്ല നമ്മുടെ മെയിനായിട്ടുള്ള ഏരിയ ആയി വരേണ്ടത് അവിടെ സമൂഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ നിങ്ങളതിൽ കൂടുതലായിട്ട് പഠിക്കാം. ഇതൊക്കെ തന്നെ നിങ്ങളുടെ റിസർച്ചിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മൈഗ്രേഷനെ കുറിച്ച് നോക്കാം. ഇവിടെ നിന്നുണ്ടായിട്ടുള്ള മൈഗ്രേഷൻസ്, അതുപോലെ തന്നെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻസ്, ഒരു എൻവയോൺമെൻറ്റിനെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ചരിത്രം എഴുതാൻ പറ്റുന്നത് നോക്കാൻ പറ്റും. നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ഹിസ്റ്ററി ആണ് എന്നുണ്ടെങ്കിൽ ഒരു മൂവ്മെൻറ്റിനെ എങ്ങനെയാണ് നമുക്ക് ഇതിൽ നോക്കിക്കാണാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സ് നിങ്ങൾ എടുക്കുമ്പോൾ സോഴ്സസ് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ. പിന്നെ നമുക്ക് ജെൻഡർ ഹിസ്റ്ററി നോക്കാൻ പറ്റും. ഇതിൽ വിമൻ്റെ റോൾ എന്തായിരുന്നു എന്ന് ചെക്ക് ചെയ്യാം. അവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയായിരുന്നു, മാർജിനലൈസ്ഡ് ചെയ്തത് എങ്ങനെയായിരുന്നു, അവരുടെ സോഷ്യലായിട്ടുള്ള അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ ഏതെന്നെല്ലാം നോക്കാം. പിന്നെ ദളിത് ആയിട്ട് വരുമ്പോൾ കാസ്റ്റ് എങ്ങനെയാണ്, പ്രൊട്ടക്റ്റ് എങ്ങനെയാണ്, അതിൽ തന്നെ സബാൾട്ടേൺ പേഴ്സ്പെക്റ്റീവ്സ് എങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫിലിം ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ ടോപ്പിക്സൊക്കെ നിങ്ങൾ എടുക്കുമ്പോഴും അതിൻ്റെ പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും അനലൈസ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് സെർച്ച് ഗ്യാപ്പിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഫിലിം ഹിസ്റ്ററി നോക്കാം, കൾച്ചറൽ ഹിസ്റ്ററി, ആർട്ട് ഹിസ്റ്ററി, എൻവയോൺമെൻറ്റ് ഹിസ്റ്ററി എന്നിവയെല്ലാം നോക്കാം. പിന്നെ ഫുഡ് ഹിസ്റ്ററി നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ മാറിയിരിക്കുന്നത് അറിയാം. അങ്ങനെ തന്നെ നമ്മുടെ ഫുൾ കൾച്ചർ എങ്ങനെയാണ് മാറിയിട്ടുള്ളതെന്ന് നോക്കാം. പിന്നെ ഫുഡുമായിട്ട് നമ്മുടെ കാസ്റ്റുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഡിജിറ്റൽ ഹിസ്റ്ററി എന്നുള്ളത്. എങ്ങനെയാണ് ഡിജിറ്റലൈസേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രം എന്താണ്, ആർക്കൈവ്സിൻ്റെ ചരിത്രം എന്താണ്, ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു ടൈം പീരീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഇതിനായിട്ടുള്ള സോഴ്സസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഓറൽ ഹിസ്റ്ററി ആയിട്ടുള്ള സോഴ്സസ് സെലക്ട് ചെയ്യാം, ഇൻ്റർവ്യൂസ് നടത്താം, ആർക്കൈവ്സ് എടുക്കാം, നമുക്ക് പിക്ചേഴ്സ് എടുക്കാം, ബുക്കുകളിൽ വന്നിട്ടുള്ള ജേണലിൽ, മാഗസീൻസിലൊക്കെ വന്നിട്ടുള്ള സോഴ്സസൊക്കെ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ വാൾ പെയിൻറ്റേഴ്സൊക്കെ നമുക്ക് ആ സമയത്തുള്ള വാൾ പെയിൻറ്റേഴ്സൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെക്കുറിച്ച് തന്നെയാണ് ഫിലിംസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഫിലിംസും ലിറ്ററേച്ചറൊക്കെ വരുമ്പോൾ അതിൽ റൈറ്ററുടെ ഓൺ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാകാം. അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈമറി സോഴ്സുമായിട്ടുള്ള ഇതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എഴുതാൻ സാധിക്കണം. നിങ്ങൾക്ക് ഫോൾക്ലോർസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങളായിട്ടാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഡയറീസ് ഉണ്ടാവും. നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ടോപ്പിക്കിന് കിട്ടണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതും അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആർക്കൈവിലായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. ആ ഒരു പീരീഡുമായി ബന്ധപ്പെട്ട് ആർക്കൈവിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആർക്കൈവ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ റീജിയണൽ ആർക്കൈവ്സ്, കൊച്ചി, തിരുവനന്തപുരം അവിടേക്ക് പോകാവുന്നതാണ്. പിന്നെ റിലീജിയുമായി ബന്ധപ്പെട്ടുള്ള ആർക്കൈവ്സിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ചർച്ച്, അതുപോലെ തന്നെ പള്ളി എന്നിപോലെയുള്ള മീഡിയം, ലൈബ്രറി, ഓൺലൈൻ ആർക്കൈവ്സ് ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളതിൽ സോഷ്യൽ, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, അതുപോലെ തന്നെ കാസ്റ്റ്, ജെൻഡർ എന്നിവ എല്ലാ കാര്യങ്ങളും സോഷ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ സ്റ്റൈൽ നിങ്ങൾ ചിക്കാഗോ സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഫുഡ് നോട്ടോ അല്ലെങ്കിൽ എൻഡ് നോട്ടോ യൂസ് ചെയ്യണം.
ഫുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള റെഫറൻസ് ആ ഒരു പേജസിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഫുഡ് നോട്ടല്ല കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് എൻഡ് നോട്ട് കൊടുക്കാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ റെഫറൻസൊക്കെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൽ ഉപയോഗിച്ചിട്ടുള്ള സോഴ്സൊക്കെ അതിൽ ആഡ് ചെയ്യാം. ബുക്കാണെങ്കിൽ എങ്ങനെയാണ് ഫോർമാറ്റ് വരേണ്ടത്, ജേണലാണെങ്കിൽ എങ്ങനെയാണ്, ആർക്കൈവൽ സോഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് വരേണ്ടത്, ഇൻ്റർവ്യൂ ആണെങ്കിൽ എങ്ങനെയാണ് ഫോർമാറ്റിംഗ് വരേണ്ടത്, ഇതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ അത് പറയുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു സോഴ്സായിട്ട് ബുക്കാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ എഴുതണം, പിന്നെ ഇറ്റാലിക്സിൽ ആ ബുക്കിൻ്റെ നെയിം എഴുതണം. പിന്നെ ബ്രാക്കറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്ത പ്ലേസും പബ്ലിഷറും പബ്ലിഷ് ചെയ്ത ഇയറും നമ്മൾ ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പേജ് നമ്പറും ആഡ് ചെയ്യണം. ഇതാണ് ഫുഡ് നോട്ടിൻ്റെ സൈറ്റേഷൻ മോഡൽ എന്ന് പറയുന്നത്. ജേണൽ ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓതർ നെയിം, പിന്നെ ജേണൽ ആർട്ടിക്കിളിൻ്റെ നെയിം, പിന്നെ ജേണൽ എന്താണെന്നുള്ളത് ആഡ് ചെയ്യണം, പിന്നെ ഇയർ ഓഫ് പബ്ലിഷർ, പിന്നെ പേജ് നമ്പർ ആഡ് ചെയ്യണം. ഈ ആർക്കൈവ്സ് ആണെങ്കിൽ ഇത് ആർക്യൂ എന്നാണ്, ഗവൺമെൻറ് ഓർഡർ ആണ്, പേജ് നമ്പർ ഇയർ ഒക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ സോഴ്സസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ നോക്കുക, അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ സൂപ്പർവൈസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ ടൈറ്റിൽ തന്നെ നിങ്ങളുടെ ഒരു ടൈം പീരീഡും ലൊക്കാലിറ്റിയൊക്കെ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. കാലങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിന് പകരം പുതിയ തരം ടോപ്പിക്സൊക്കെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സബ്മിറ്റ് ചെയ്യുക. വൈവ് പോലുള്ള കാര്യങ്ങളൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്ത് പോവുക. ഈ ഡിസർട്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസ് റിസർച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സൊക്കെ വെച്ച് ജെന്യുവൽ ആയിട്ടുള്ള ഒരു ഡിസർട്ടേഷൻ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഡിസർട്ടേഷൻ വർക്ക്. എല്ലാവർക്കും നല്ലൊരു ഡിസർട്ടേഷന് വർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇറ്റ്സ് അവർ ഗുരുകുലം ഫോളോ ചെയ്യുക. താങ്ക് യു.